ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിന്റെ പ്രയാണം 63 നായന്മാരിലൂടെ ശക്തി നായനാരെ കുറിച്ച് മനസ്സിലാക്കാം. ചോള രാജ്യത്തിലെ വാരിഞ്ചിയൂരിൽ അദ്ദേഹം ജനിച്ചു. നാഗപട്ടണത്തിനടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഒരു കർഷക കുടുംബത്തിലായിരുന്നു ജനനം. ശിവഭഗവാനെ ആരാധിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടവിനോദം. ശിവഭക്തരെ സേവിക്കും. അതേസമയം എപ്പോഴും കയ്യിൽ ഒരു ആയുധം കൊണ്ടു നടന്നു. ആയുധത്തിന്റെ പേര് ശക്തി എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ശക്തി നായനാർ എന്ന് വിളിച്ചിരുന്നത്. ആരെങ്കിലും ശിവഭഗവാനെ എതിർത്തു സംസാരിച്ചാൽ ഈ ആയുധം വെച്ച് അവരുടെ നാക്ക് പിഴുതെടുക്കും. ശക്തി നായനാരുടെ ആന്തരിക ശുദ്ധി മനസ്സിലാക്കിയ ഭഗവാൻ നായനാരെ അനുഗ്രഹിച്ചു. നമ്മുടെ സനാതന ധർമ്മമാണ് എല്ലാവരെയും ഉൾക്കൊള്ളണം എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിന് എതിരായി പ്രവർത്തിക്കുമ്പോൾ ശക്തി നായനാരെ പോലെയുള്ളവർ ഇവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. ജ്യോതിഷം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ചന്ദ്രനെയാണ് ഉപമിക്കുന്നത്. ചന്ദ്രൻ ഒരു രാശിയിൽ 2.25 ദിവസമല്ലേ? ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ മനസ്സും ഓടിക്കൊണ്ടിരിക്കുന്നത്. ആത്മീയതയിൽ വിമർശനം ഒരുപാട് കേൾക്കുമ്പോൾ അറിയാതെ ഒരു ചായ്വ് അങ്ങോട്ട് പോവും. മനസ്സ് ഒരു കുസൃതിക്കുട്ടനാണ്. തെറ്റിൽ വീഴാൻ എളുപ്പം സാധിക്കും. ശരി പഠിക്കാൻ കാലങ്ങൾ എടുക്കും. നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഋഷീശ്വരന്മാർ അവരുടെ ദിവ്യദൃഷ്ടിയിൽ മനസ്സിലാക്കിയ ശാസ്ത്രത്തെ ഉറച്ചു വിശ്വസിക്കുക, ജീവിതത്തിൽ മുറുകെ പിടിക്കുക. നമ്മുടെ ധാർമ്മികതയ്ക്കും ആത്മീയതയ്ക്കും ക്ഷതം വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അത്തരം ജനങ്ങളിൽ നിന്ന് അകലം പാലിക്കുക. അത്തരം ആളുകൾ ക്യാൻസർ പോലെയാണ്, നമ്മെ കാർന്നു തിന്നും, നാം അറിയാതെ തന്നെ. ഓം ശിവശക്തിക്ക് രൂപിണ്യേ നമഃ. അടുത്ത നായനാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.